നമ്മൾ ഫ്ലോറൽ ബഞ്ചസ് തന്നെയാണ് ചെയ്യുന്നത്. അതിന് നമ്മളിതാ ഇതുപോലെ സ്പൈറൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ കാണുന്ന പോലെ പെറ്റൽസ് വരയ്ക്കാം. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്ന പോലെ നിൽക്കുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് വീണ്ടും പെറ്റൽസ് വരയ്ക്കുക. 5 6 ഒക്കെ ആവാട്ടോ പെറ്റൽസ്. വീണ്ടും ഒരു ലെയർ കൂടെ വരയ്ക്കുക. അപ്പോൾ കുറച്ച് വലിയ ഫ്ലവറായിട്ട് കിട്ടും. ഇനി ഇതിനെ നമ്മൾ ഷെയ്ഡിങ് ചെയ്യുക. ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള രീതിയിൽ ആണ് ചെയ്യുന്നത്. എല്ലാ പെറ്റൽസിനും നീറ്റായിട്ട് ഷെയ്ഡിങ് ചെയ്യാം. സാവധാനം ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഷെയ്ഡിങ് കഴിഞ്ഞ് ഇനി നമ്മൾ ഇതിൻ്റെ ഔട്ടർ പോർഷൻ ഒന്ന് തിക്ക് ചെയ്ത് കൊടുക്കാം. നീറ്റായിട്ട് തിക്ക് ചെയ്യാം. എല്ലാ പെറ്റൽസിൻ്റെയും ഔട്ടർ പോർഷനും തിക്ക് ചെയ്തു. ഓക്കെ, ഇനി നമ്മളിതാ ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ ഒരു അറബിക് കാഷ്യൂ വരച്ച് അതിൻ്റെ മുകളിൽ ലീഫ് ഇതുപോലെ വരച്ച് ഇനിയും മുകളിലേക്ക് നമ്മൾ ലീഫ് തന്നെയാണ് വരയ്ക്കുന്നത്. വീണ്ടും അറബിക് കാഷ്യൂ വരയ്ക്കുക. കണ്ടോ, ഇങ്ങനെ 2 വരച്ചു. അതിൻ്റെ ഇടയിൽ സർക്കിളും കൊടുത്ത് ഇനി വീണ്ടും ലീഫ് തന്നെ വരച്ചു കൊടുക്കുക. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പൊസിഷൻ മാറ്റിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി സ്പേസ് ഉള്ളവർക്കൊക്കെ കുഞ്ഞു കുഞ്ഞു സർക്കിൾ കൊടുക്കുക. എന്നിട്ട് ഫില്ലിങ് ചെയ്ത് കൊടുക്കുക. ഇൻവേഴ്സ് ഫില്ലിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ആദ്യം നമ്മൾ ഔട്ടർ പോർഷനൊക്കെ ഒന്ന് തിക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗങ്ങളും ആദ്യം ഒന്ന് ഇതുപോലെ കണ്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പ്രഷറിങ് ചെയ്തിട്ട് വേണം തിക്ക് ചെയ്യാൻ. ഇനി ഉള്ളിലുള്ള ഭാഗങ്ങൾ, ഡിസൈൻ വരയ്ക്കാത്ത എല്ലാ ഭാഗങ്ങളും നമ്മളൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഡിസൈൻ്റെ ഉള്ളിലേക്ക് കയറി പോകരുത്. കയറാത്ത രീതിയിൽ തന്നെ ഫില്ല് ചെയ്യുക കേട്ടോ. ഇനി ലീഫിൻ്റെ ഒക്കെ സെൻറ്ററിൽ ലൈൻസ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വലിയ ലീഫുകളാണ് കൊടുക്കുന്നത്. 2 ലീഫ് കൊടുക്കുക. അതിന് സെൻറ്ററിൽ ലൈൻ ഇട്ടിട്ട് സൈഡിലൊക്കെ ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുക. സ്ലാൻഡിങ് ലൈൻസ് ആണ്. ഈ ലീഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഔട്ടർ പോർഷൻ ഒന്ന് തിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി സെൻറ്ററിൽ ഇതുപോലെ ഒരു കർവ് ലൈൻ കൊടുത്തിട്ട് താഴെയൊക്കെ ലൈൻ ഇട്ട് കൊടുത്ത് മുകളിലേക്ക് നമ്മളിതാ ഇതുപോലെ ലീഫ് വരയ്ക്കാം. ലീഫ് ഉണ്ടല്ലേ, ഇനി ഒന്ന് കർവ് ആക്കിയിട്ടും കൊടുക്കാം. ഇനി ഇവിടെ സ്പൈറൽ കൊടുക്കാം. 3 എന്താ ഇതുപോലെ സ്പൈറൽ കൊടുത്തു. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു കർവ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനൊന്ന് ഔട്ടർ വരച്ചു കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്ലാൻഡിങ് ലൈൻസ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിനൊന്ന് ചെക്സ് ആക്കി മാറ്റാം. വീണ്ടും ഇതിൻ്റെ മുകളിൽ ഒരു കർവ് ലൈനൂടെ കൊടുക്കുകയാണ്. അതൊന്ന് തിക്ക് ചെയ്തെടുക്കുക. ഓക്കെ, വീണ്ടും ഒരു ലൈനൂടെ കൊടുക്കാം പുറത്തേക്ക്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഹംസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരേ വലുപ്പത്തിലുള്ള ഹംസ് അപ്ലൈ ചെയ്തു. ഇനി ഇതിന് നമ്മൾ അതുപോലെ ലീഫാണ് കൊടുക്കുന്നത്. 3 വീതം. നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഡ്രോപ്പ് ഇട്ടിട്ടൊന്ന് വലിച്ചു കൊടുക്കാം, അങ്ങനെയും ചെയ്യാം. അതല്ലാതെ ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു രീതിയിൽ നമ്മൾ പ്രഷറിങ് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇങ്ങനെ 3 ആയിട്ട് ഇങ്ങനെ കൊടുക്കാം. മൊത്തത്തിൽ കൊടുത്തു. നമ്മളിതാ ഈ ഒരു പോർഷനിൽ നമ്മൾ ഈ ഒരു വെയിന് കൊടുക്കുകയാണ്. 2 രീതിയിലും ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിലും ചെയ്യാം കേട്ടോ. ഡ്രോപ്പ് ഇട്ടിട്ടൊന്ന് വലിച്ചു കൊടുക്കണേ അങ്ങനെ ചെയ്യാം. അതുമല്ലെങ്കിൽ മറ്റേ രീതിയിലും ചെയ്യാം. ഇതിൻ്റെ ഇവിടെ കുറച്ച് സ്പേസ് തന്നു കൊടുത്ത് നമുക്ക് ഇതുപോലെ ഒരു കർവ് ലൈനും ഡോട്ട് ഇട്ട് കൊടുത്തു. മുകളിലും ഒന്ന് കൊടുത്തു.